വയനാട് മുണ്ടക്കൈ ചുരൽമല ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്നതിൽ തീരുമാനമെടുത്തിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ. ദുരന്തം നടന്നിട്ട് 1 വർഷമായെന്നും ഇനി എപ്പോൾ തീരുമാനമെടുക്കുമെന്നും കോടതി ചോദിച്ചു. കേസ് അടുത്ത ബുധനാഴ്ച പരിഗണിക്കും. വിഷ്ണു സുരേഷ് കൊച്ചിൻ ചെയ്യുന്ന വിഷ്ണു, ഈ ദുരന്തബാധിതരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് വായ്പ എഴുതിത്തള്ളുക എന്ന കാര്യം. ഇത് ഈ പറയുന്ന കേരള ബാങ്കിന്റെ അടക്കം വായ്പ എഴുതിത്തള്ളി സർക്കാർ മാതൃക കാണിച്ചതാണ്. പക്ഷേ കേന്ദ്രം ഇപ്പോഴും അതിലൊരു അനുനയ നിലപാട് സ്വീകരിക്കുന്നില്ല. എന്തൊക്കെ നിരീക്ഷണങ്ങളാണ് കോടതിയിൽ ഉണ്ടായത്? എന്തൊക്കെ വാദമാണ് കോടതിയിൽ ഉയർന്നത്? വിഷ്ണു സുരേഷ് ചേർന്ന് വിഷ്ണു പറയാം. സുഹൈല്, ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസാണ് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ. അതിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള വാദം നടന്നിരുന്നു. അന്ന് അതിരൂക്ഷമായി ഹൈക്കോടതി വിമർശിച്ചിരുന്നത് പ്രധാനമായും ഈ ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. നേരത്തെ കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത് ദുരന്ത നിവാരണ അതോറിറ്റി നിയമത്തിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ വായ്പ എഴുതിത്തള്ളാനാവില്ലെന്നാണ്. എന്നാൽ ആ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇതുവരെ ആ വിഷയത്തിൽ ഒരു വിശദീകരണം നൽകാൻ ഇന്നും കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതി പറഞ്ഞത് ദുരന്തം നടന്ന 1 വർഷം പിന്നിടുന്നു, ഇപ്പോഴും ഈ വിഷയത്തിൽ തീരുമാനമെടുത്തിട്ടില്ല, ഇനി എപ്പോൾ എടുക്കും എന്നൊരു ചോദ്യമാണ് ഹൈക്കോടതി മുന്നോട്ട് വെച്ചത്. സംസ്ഥാനത്ത് കേരള ബാങ്ക് അടക്കമുള്ള ബാങ്കുകൾ വായ്പ എഴുതിത്തള്ളുന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന് വേണമെങ്കിൽ അതൊരു മാതൃകയാക്കിക്കൂടെ എന്നും ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട്. ഹർജി അടുത്ത ബുധനാഴ്ച പരിഗണിക്കും. ബുധനാഴ്ച പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ വായ്പ എഴുതിത്തള്ളുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിലപാട് അറിയിക്കാനാണ് സാധ്യത. സുഹൈൽ, വിഷ്ണുവാണ് വിശദാംശങ്ങൾ നൽകി.